എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ അടുത്ത ഒരു ദശകം നോക്കാം. ഇന്ന് ദശകം 82-ാം ദശകമാണ്. ബാണയുദ്ധവും മൃഗമോക്ഷവും. അതിനെക്കുറിച്ച് അതിൻ്റെ സന്ദർഭങ്ങൾ ഒന്ന് പറയുന്നു. അതിനുശേഷം നാരായണീയം 82-ാം ദശകം പാരായണവും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ രുക്മിണിക്ക് ശ്രീകൃഷ്ണനിൽ ജനിക്കുന്ന പുത്രനാണ് പ്രദ്യുമ്നൻ. ആ ഒരു പ്രദ്യുമ്നൻ്റെ ജനനം അത് കാമദേവൻ്റെ പുനർജന്മമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രദ്യുമ്നൻ തന്നെ വധിക്കുമെന്ന് അറിഞ്ഞ ശംബരൻ എന്ന മായാവി ആയിട്ടുള്ള അസുരൻ ഈ ശിശുവിനെ അപഹരിച്ച് കടലിൽ എറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മത്സ്യം ശിശുവിനെ വിഴുങ്ങുന്നു. മുക്കുവനാണെങ്കിൽ ഒരു മത്സ്യത്തെ പിടിച്ച് ശംബരന് തന്നെ കാഴ്ചവെച്ചു. അപ്പോൾ ശംബരൻ്റെ അടുക്കളയിൽ അവിടെ മായാദേവി എന്ന് പറയുന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. പക്ഷെ അവർ ശരിക്കും പറയുകയാണെങ്കിൽ അവർ രതീദേവിയുടെ, കാമദേവൻ്റെ പത്നിയായ രതീദേവിയുടെ രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രദ്യുമ്നൻ എന്ന് പറയുമ്പോൾ കാമദേവൻ്റെ, ശിവൻ്റെ അഗ്നിയിൽ ദഹിച്ചു പോയ കാമദേവൻ്റെ വേറൊരു ജന്മമാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ രതീദേവിയും പ്രദ്യുമ്നൻ ഇവിടെ രതീദേവി എന്ന് പറയുന്ന മായാദേവിയായിട്ടുള്ള ജോലിക്കാരി, അടുക്കളക്കാരിയുടെ ആ ഒരു പരിചരണത്തിൽ ഈ തേജസ്വിയായിട്ടുള്ള ഈ ഒരു ശിശു പരിചരണത്തിൽ വളരുന്നു. ഈ മായാദേവിയുടെ പരിചരണത്തിൽ വളരുന്നു. അങ്ങനെ ഈ അടുക്കളയിൽ ജോലി നിൽക്കുന്ന ഈ യുവതി അല്ലെങ്കിൽ മായാവതിയാണ്. മായാവതി പ്രദ്യുമ്നനെ ആയുധവിദ്യ പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രദ്യുമ്നൻ വളർന്ന് വലുതായപ്പോൾ ശംബരനെ തന്നെ പോരിന് വിളിക്കുന്നു. ആ യുദ്ധത്തിൽ ശംബരനെ വധിക്കുന്നുണ്ട് പ്രദ്യുമ്നൻ. അപ്പോൾ ശരിക്കും ശ്രീകൃഷ്ണൻ്റെ പുത്രനാണ്, രുക്മിണിയിൽ ജനിച്ച പുത്രനാണ്. അങ്ങനെ പ്രദ്യുമ്നൻ രതീദേവിയുമായിട്ട് ദ്വാരകയിലെത്തുന്നുണ്ട്. അപ്പോൾ രുക്മിണിയുടെ വേറൊരു സഹോദരനുണ്ട്, രുക്മി എന്ന് പറയും. രുക്മിണിയുടെ മകളാണ് രുക്മവതി. അപ്പോൾ രുക്മവതിക്ക് കല്യാണപ്രായമായപ്പോൾ രുക്മവതിക്ക് സ്വയംവരത്തിന് ഒരുക്കങ്ങളൊക്കെ ആയി. ആ സമയത്ത് പ്രദ്യുമ്നൻ ഈ രുക്മവതിയെ വിവാഹം ചെയ്യാനായിട്ട് ഒരു തേരിൽ വരികയും തേരിൽ വന്ന് രുക്മവതിയെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ പ്രദ്യുമ്നനും രുക്മവതിക്കും ജനിക്കുന്ന പുത്രനാണ് അനിരുദ്ധൻ. അപ്പം ഇനി ബാണാസുരനുമായിട്ടുള്ള യുദ്ധം അതെങ്ങനെയാണെന്നുള്ളത് പറയുന്നു. മഹാബലിയുടെ പുത്രനാണ് ബാണൻ. അപ്പോൾ ബാണൻ എന്ന് പറയുന്ന അസുരൻ ശിവനെ പ്രീതിപ്പെടുത്തിയിട്ട് ബാഹുവായിട്ട് തീർന്നു. അതായത് 1000 കൈകളുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ 1000 കൈകളിൽ കൂടെ യുദ്ധം ചെയ്യാം. അപ്പോൾ തൻ്റെ കോട്ടയുടെ ഗോപുരത്തിൻ്റെ ചുമതല തന്നെ ശങ്കരനെ ഏൽപ്പിക്കുന്നു, ശിവനെ. അങ്ങനെ അത്രയ്ക്കും വലിയ കരുത്തനായിട്ട് മാറിയെന്നും. ആ ബാണാസുരൻ്റെ മകളാണ് ഉഷ. അപ്പോൾ ഉഷ ഒരു ദിവസം രാത്രി ഇങ്ങനെ അനിരുദ്ധനെ, അതായത് പ്രദ്യുമ്നൻ്റെ മകനായിട്ടുള്ള അനിരുദ്ധനെ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ അവർ കുറേ ആ സ്വപ്നത്തിലെ ആ ഒരു കേളികളൊക്കെ ആടി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതിനുശേഷം സ്വപ്നം കഴിയുമ്പോൾ അവർ വിരഹതാപമുണ്ടായി എന്നും തൻ്റെ തോഴിയെ ഇത് അറിയിച്ചു. തോഴിയുടെ പേരാണ് ചിത്രലേഖ. ആ ചിത്രലേഖ യോഗവിദ്യ കൊണ്ട് അനിരുദ്ധനെ അപഹരിച്ചു കൊണ്ടുവന്ന് ഉഷയുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അപ്പോൾ ഉഷയും അനിരുദ്ധനും അവിടുന്ന് കുറേ കാമകേളികളൊക്കെ ആടുന്നു. ആ രതിക്രീഡ കൊണ്ട് ബാണാസുരൻ്റെ ഉറക്കം തടസ്സപ്പെടുമ്പോൾ ദേഷ്യം വരുന്നു. ക്രോധം കൊണ്ട് ബാണാസുരൻ അനിരുദ്ധനെ പിടിച്ച് തടവിലാക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് ഭഗവാൻ യാദവ സേനയോടുകൂടി ശോണിതപുരത്തെത്തുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ യാദവ സേനയോടുകൂടി ശോണിതപുരത്തെത്തി യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുന്നു ബാണാസുരൻ്റെ ആ സേനയുമായിട്ട്. അപ്പോൾ ബാണാസുരൻ്റെ ഗോപുരം കാക്കുന്നത് ശിവനാണ്, ശങ്കരനാണ്. ശങ്കരനും ഭൂതഗണങ്ങളും
പിന്നെ സ്കന്ദനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, മുരുകനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യാദവസേന, ഭഗവാന്റെ യാദവസേന പരമേശ്വരൻ്റെ ഭൂതഗണങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഘോര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ശങ്കരൻ, ശിവൻ തന്നെ അസ്ത്രമേറ്റ് മോഹിച്ച് വീണു എന്ന് പറയുന്നു, മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോൾ ഈ ശിവൻ്റെ ഭൂതഗണങ്ങളൊക്കെ അത് കണ്ട് ഭയന്ന് ഓടിയെന്നും സ്കന്ദനും ഭയന്ന് ഓടിയെന്നും പറയുന്നുണ്ട്. അങ്ങനെ ബാണാസുരൻ ഭഗവാനെ ബാണാസുരൻ ഭഗവാനെ നേരിട്ടു. എന്നിട്ട് ഭഗവാൻ ആ രണ്ട് വശങ്ങളിലായിട്ട് 500 കൈകൾ വീതമുണ്ടല്ലോ, ഇതെല്ലാം ചെയ്യിച്ചു ഭഗവാൻ. അങ്ങനെ ബാണാസുരൻ തോറ്റ് ഓടിയെന്നും ശങ്കരൻ ആ സമയത്ത് മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴാണ് കൃഷ്ണനെ എതിർക്കാൻ തുനിഞ്ഞത് തന്നെ വലിയ അബദ്ധമായി എന്നും തൻ്റെ മോഹം മൂലമാണ്, തൻ്റെ അജ്ഞാനം മൂലമാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നിൽ നിന്ന് വേറെയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ശങ്കരന് വരികയും ശങ്കരൻ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗം ഭാഗവതത്തിലെ സ്കന്ധം 10 63ാമത്തെ ചാപ്റ്ററിൽ 34 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ ശങ്കരസ്തുതിയാണ്. അപ്പോൾ ശങ്കരൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ, ശിവൻ തന്നെ ഭഗവാനെ സ്തുതിക്കുന്നു. ശിവനും ശങ്കരനും വേറെയല്ല എന്നുള്ളൊരു അറിവാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ശങ്കരൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ബാണന് കൈകളെല്ലാം നഷ്ടപ്പെട്ടല്ലോ, 1000 കൈകളും നഷ്ടപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ ബാണൻ്റെ 2 വശത്തായിട്ട് 2 കൈകൾ വെച്ച് കൊടുത്ത് 4 കൈയായല്ലോ. അപ്പോൾ അങ്ങനെ 4 കൈയായാൽ എന്താ പറയുക, ചതുർബാഹു എന്നല്ലേ പറയുക. അങ്ങനെ ചതുർബാഹുവായിട്ട് ബാണൻ മാറി എന്നും, അങ്ങനെ എല്ലാ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഭഗവാൻ കൊടുത്ത കൈകളല്ലേ ഉള്ളത്, അങ്ങനെ എല്ലാ ഭയവും മാറി മുക്തി നേടി ബാണാസുരനെന്നും. അങ്ങനെ ബാണൻ്റെ അഹങ്കാരവും കൈകളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ കൃഷ്ണനെയും യാദവരെയും ഒക്കെ ബാണാസുരൻ സ്വീകരിക്കുന്നു. പിന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഉഷയുടെ കൂടെയും അതുപോലെ അനിരുദ്ധൻ്റെയോടൊപ്പം ദ്വാരകയിലേക്ക് ഭഗവാൻ പോകുന്നു. അങ്ങനെ കൃഷ്ണാവതാരം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്. കാരണം ഇത് എല്ലാ പ്രഭാവങ്ങളും കാണിക്കുന്ന ഒരു അവതാരമാണ്. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തെ പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ബാണനുമായിട്ടുള്ള യുദ്ധത്തിൽ ഭഗവാൻ ശരിക്കും ശിവനെയും പോലും തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ശിവൻ പോലും മോഹിച്ച് വീണു ആ യുദ്ധത്തിൽ. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു പ്രഭാവവും ആ ശ്രേഷ്ഠതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വേറെ ഈ ഒരു ദശകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, നൃഗൻ എന്ന രാജാവിന് മോക്ഷം കൊടുക്കുന്നു ഭഗവാൻ. അതായത് നൃഗൻ എന്നൊരു രാജാവ് തൻ്റെ വീട്ടിൽ വെച്ചിട്ട് തൻ്റെ പിറന്നാളിന് ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്യുന്നു. അങ്ങനെ ഒരു പതിവുണ്ട്. അപ്പോൾ 100 പശുക്കളെ വീതം ദാനം ചെയ്തപ്പോൾ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത് തീർന്നിട്ടാണ് അടുത്തൊരു ബ്രാഹ്മണന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ പശുക്കൾ മാറി ഒരാൾക്ക് കൊടുത്ത പശു വേറെ ആൾക്ക് അറിയാതെ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് കൊടുത്തു. ഒരാൾക്ക് 100 പശുവിനെ ദാനം ചെയ്തു, അതിലത്തെ ഒരു പശു അറിയാതെ അടുത്തൊരു ബ്രാഹ്മണന് നൽകുമ്പോൾ ആ ഒരു പശു ഇതിൽ ഉൾപ്പെട്ടു. അപ്പോൾ അതിൽ ഈ അബദ്ധം ബ്രാഹ്മണൻ തിരിച്ചറിയുകയും ബ്രാഹ്മണൻ കോപിച്ചു. വേറൊരാൾക്ക് ദാനം ചെയ്തതാണോ എനിക്ക് തരുന്നതെന്നുള്ള ഒരു രീതിയിൽ കോപിച്ച് ഈ നൃഗൻ എന്ന രാജാവിനെ ശപിച്ചു. എന്തായിട്ടാണ് ശപിച്ചത്? ഓന്തായിട്ട് മാറട്ടെ എന്നും പൊട്ടക്കിണറ്റിൽ കഴിയട്ടെ എന്നും ഭഗവാന്റെ കരസ്പർശം എന്നാണോ ഏൽക്കുന്നത് അന്ന് മാത്രം മോക്ഷം ലഭിക്കുമെന്നും. അങ്ങനെ ഓന്തായിട്ട് നൃഗൻ എന്ന രാജാവ് പിന്നെ പൊട്ടക്കിണറ്റിൽ ഒരുപാട് കാലം കിടക്കുമ്പോൾ ഭഗവാന്റെ കരസ്പർശം ഏൽക്കാൻ ഒരു പ്രാവശ്യം കഴിയുന്നു. ആ സമയത്ത് മോക്ഷം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ ഭക്തിയുടെ പ്രാധാന്യമാണ് യാദവർക്ക് ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കരുണാമൂർത്തിയാണ് ഭഗവാൻ എന്ന് പറയും. അങ്ങനെ ഗുരുവായൂരപ്പനോട് തന്നെ രക്ഷിക്കണേ എന്ന് ഇത്രയും ഇങ്ങനെ നൃഗന് മോക്ഷം കൊടുത്തു, ബാണാസുരന് 4 ചതുർബാഹു ആക്കി മാറ്റി, ഇത്രയും പിന്നെ
കാര്യങ്ങളൊക്കെ ചെയ്ത ഭഗവാനെ, കരുണാമൂർത്തിയായ ഗുരുവായൂരപ്പനെ, ആ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത പാരായണം ചെയ്യാം. 82ാമത്തെ ദശകം, ബാണയുദ്ധവും മൃഗമോക്ഷവും. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. നാരായണീയത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകം ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ദശകം 82. ബാണയുദ്ധവും മൃഗമോക്ഷവും. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വത്यै നമ. പ്രദ്യുമ്നോ രൗക്മിണീയാ സഖലു തവ കലാശംബരേണ ഹൃദസ്ഥം ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോऽധ അനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം നിവതി മുസലിനാ രുക്മി അഭിദ്യൂതവൈരാത്. ബാണസ്യ സാ ബലി സുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ ത്വത്പൗത്രം ഏനമനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖാ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ തത്ര അനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടലോ യോഗബലതോ ഭവതോ നികേതാത്. കന്യാപുരേ ദൈതയാ സുഖമാരമന്തം ചയേനം കഥഞ്ജനപ ബന്ധുഷി ശർവബന്ധോ ശ്രീനാരദോക്തത്തതു തദുധന്തദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുദ്ധാഃ. പുരീപാലശൈലപ്രിയദുഹൃനാഥോऽസ്യ ഭഗവാൻ സമം ഭൂതം വ്രാതയർയദുഫലം അശങ്കം നിരുരുധേ. മഹാപ്രാണോ ബാണോ ഛടിതി യുയുധാനേന യുയുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ഝഗടിഷേ. നിരുദ്ധാശേഷ അസ്ത്രേ മുമുഹുഷിത്തവാസ്ത്രേണ ഹി ഗിരിശേ ധൃതാ ഭൂതാ ഭീതാ പ്രമദകുലവീരാ പ്രമദിതാഃ. പരാസ്കന്ദസ്കന്ദകുസുമ ശരഭാണൈശ്ച സജീവഃ സ കുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേന ആശുഭിഭിദേ. ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്നചാഭേദബാണേ വ്യർത്തേയാദേ സമേതോജ്വരപതിരശനൈർ അജ്വരി ത്വജ്വരേണാം. ജ്ഞാനീ തു ത്വാദ ഗദ്ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോ അഗാത്. പ്രായോ അന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുദുഷാ ശങ്കരേണോപഗീതഃ. തദ്വാചാശിഷ്ട ബാഹുദ് വിധയം ഉഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സ അനിരുദ്ധഃ സഹോഷഃ. മുഹുസ്താവശ്ചക്രം വരുണമജായോ നന്ദഹരേണ യമം ബാലാനീതോദ്ധവ ദഹനപാനേ അനിലസഖം. വിധിം വത്സസ്തേയ ഗിരിശമിഹ ബാണസ്യ സമരേ
വിഭോ വിശ്വാത്കർഷി തഥയം അവതാരോ ജയതി തേ ദ്വിജരുഷാകൃഗലാസവപുരപുർധരം മൃഗനൃപം ത്രിദിവാലയം ആപയൻ നിജജനേദ്വിജ ഭക്തിം അനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. ഹരേ കൃഷ്ണ. ഓം തത്സത്. അപ്പം ഇപ്പോൾ ഞാൻ പാരായണം ചെയ്തത് 82-ാം ദശകം, അതിലെ ബാണയുദ്ധത്തെക്കുറിച്ചും മൃഗമോക്ഷവും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.